ഡേ 2 ആണ് 3 ആണ് അതുപോലെ ഓർമ്മയില്ല ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് പാടത്തെത്തിയിരിക്കുകയാണ്. 3 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്ന എനിക്ക് വേണ്ടി പെയ്ത മഴ, അതായിരുന്നു അച്ചുവിൻ്റെ വാചകം. സത്യമാണെന്ന് എനിക്കും തോന്നി. മഴ കാത്തിരുന്ന വേഴാമ്പലിനെ പോലെയാണ് ഞാൻ. യു കെയിൽ മഴയുണ്ടെങ്കിലും നാട്ടിലെ മഴയോർമ്മകൾക്ക് പകരമാവില്ല. കോളേജ് കാലം മുതൽ ഈ കലുങ്കും പാടവുമാണ് ഞങ്ങൾ സുഹൃത്തുക്കളുടെ ഒത്തുകൂടൽ കേന്ദ്രം. ഈ കലുങ്കിലിരുന്ന് കൂട്ടുകാരുമൊത്ത് സൊറ പറഞ്ഞും കളിച്ചും കളിയാക്കിയും ആർത്തി ചിരിച്ചതുമായ മറ്റൊരിടം എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് സംശയമാണ്. അത്രമേൽ കംഫർട്ടബിൾ ആയ ഒരു സ്പേസ് വേറെയില്ല. എന്തായാലും മഴയുടെ കാഠിന്യം കുറഞ്ഞതോടെ ആലുവും ശരത്തും പ്രവീണും എല്ലാം പാടത്ത് ഹാജരായി. ലിക്കറുള്ള ചോക്ലേറ്റ് അച്ചുവിനെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിച്ചു. മച്ചാനെ, എനിക്ക് തലയ്ക്ക് പിടിച്ചിട്ടാ. അച്ചു പറഞ്ഞപ്പോൾ ആ ഇതെന്ത് കൂത്ത് എന്ന എക്സ്പ്രഷനായിരുന്നു ഞാൻ. പതിവ് പോലെ ട്രിപ്പ് പോകേണ്ട കളിയ എന്നതായിരുന്നു ഐക്യകണ്ഠേനുള്ള സംസാര വിഷയം. എന്തായാലും അടുത്ത ബുധനാഴ്ച ട്രിപ്പ് പോകാൻ റിസോർട്ട് ബുക്ക് ചെയ്തു. ഇനിയാണ് ഫാമിലി ടൈം. വീട്ടുകാരും മൊത്തം അൽസാജിലേക്ക് വിട്ടു. അരമണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം ടേബിൾ കിട്ടി. ഒന്നും നോക്കിയില്ല. ആരെന്ത് ഓർഡർ ചെയ്താലും 2 പ്ലേറ്റ് നീരാളി എനിക്ക് കഴിക്കണം. അതായിരുന്നു എൻ്റെ പ്ലാൻ. നല്ല ചില്ലി സോസൊക്കെ ഒഴിച്ച് മുക്കി പൊരിച്ച സാധനം. ആഹാ, അടിപൊളി, പെരുത്ത് ഇഷ്ടമായി. കൂടെ പേരിന് അൽഫാം മന്തിയും പിന്നെ നെയ്മീൻ തവാ ഫ്രൈയും. അപ്പോൾ ശരി, നാളെ കാണാം. ഓട് ഇസ്ലാമി.